നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ഞാൻ ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി, അതിലെ യൂണിറ്റ് 3 തിരമുറിച്ച് കനവ് നെയ്തവർ എന്നതിലെ ഒരു പ്രവേശകവും നാളത്തെ പൊന്മാൻ എന്ന പാഠവുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തിരമുറിച്ച് കനവ് നെയ്തവർ എന്നാണല്ലോ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? മറ്റൊന്നുമല്ല, പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം നേടിയവർ എന്നാണ്. മനുഷ്യജീവിതം നിരവധി പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അത് നേരായ മാർഗത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അതിൽ വളവുകളും തിരിവുകളും കുണ്ടും കുഴിയും എല്ലാം ഉണ്ടാകും. നമ്മൾ അതിനെയെല്ലാം മറികടക്കണം, തരണം ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല ഒരു ജീവിതം ലഭ്യമാകുകയുള്ളൂ. നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളെയാണ് ഈ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയത്? നിരവധി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന് 2018 വെള്ളപ്പൊക്കം. എത്ര ഭീകരമായിരുന്നു അത്! നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിൽ നിന്നെല്ലാം നമ്മൾ കരകയറിയല്ലോ. അതുപോലെ 2020 ലോകത്തെ ആകമാനം പേടിപ്പിച്ച മഹാവ്യാധിയായ കോവിഡ്. എത്രയെത്ര ജനങ്ങളാണ് ആ മഹാമാരിയിൽ ഇല്ലാതെയായത്. നമ്മൾ അതിനെയും തരണം ചെയ്ത് ഇതാ എത്തിയിരിക്കുന്നു. അതിനെല്ലാം മുൻപ് 2005 സുനാമി ഉണ്ടായി. ആ സുനാമിയിലും ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മൾ മനുഷ്യർ അഭിമുഖീകരിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ഉണ്ടായ ആ മഹാദുരന്തം. വയനാട്ടിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയത്. രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് ഉറങ്ങാൻ കിടന്ന എത്രയോ ആളുകളാണ് ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതെയായത്. ജീവിതത്തിലെ എല്ലാം നഷ്ടമായി. ഇന്നും ജീവിക്കുന്ന കുറേ ആളുകൾ അവിടെയുണ്ട്. അവരുടെയെല്ലാം ജീവിതം ഇപ്പോൾ പുതിയ പുതിയ പ്രതീക്ഷകളിലാണ് മുന്നോട്ട് പോകുന്നത്. മക്കളും അച്ഛനമ്മമാരും വേണ്ടപ്പെട്ട ആളുകളെല്ലാം നഷ്ടപ്പെട്ട എത്രയെത്ര ആളുകളാണ് ഇന്നും ചൂരൽമലയിലുള്ളത്. ഉദാഹരണത്തിന് ശ്രുതി എന്ന പെൺകുട്ടിയുടെ കാര്യമൊന്ന് നോക്കാം. അവളുടെ അച്ഛനും അമ്മയും ഏക സഹോദരിയും ആ ഉരുൾപൊട്ടലിൽ അവൾക്ക് നഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കായ അവൾക്ക് ആശ്വാസമായത് അവളുടെ പ്രതിശ്രുത വരനായ ജെൻസനായിരുന്നു. അങ്ങനെ അവൾ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതാ വിധി ക്രൂരമായി അവളോട് വീണ്ടും പ്രതികരിക്കുന്നു. ജെൻസൻ ഒരു അപകടത്തിൽ മരണമടയുന്നു. അങ്ങനെ വീണ്ടും ഏകാഗിയായ ആ പെൺകുട്ടി അവൾ ജീവിതത്തെ ഇല്ലാതെയാക്കുവാനല്ല ശ്രമിച്ചത്, മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അവളുടെ ആ മനോഹരമായ പുഞ്ചിരി നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. പ്രതിസന്ധികളേറെയുണ്ടായിട്ടും അവൾ ജീവിതത്തെ ഇതാ കരുപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം നമ്മൾ തരണം ചെയ്യണം. എനിക്കിനി ജീവിതമില്ല എന്നൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത്. നമ്മൾ ജീവിച്ച് കാണിക്കണം. അതാണ് വേണ്ടത്. ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്ന 3 പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ യൂണിറ്റിലെ ഒരു പ്രവേശകത്തിലേക്ക് കടക്കാം. പ്രവേശകമായി തന്നിരിക്കുന്നത് ഒരു കവിതാഭാഗമാണ്. ഇത് മലയാളത്തിൻ്റെ കവിയും അധ്യാപകനുമായിരുന്ന പുനലൂർ ബാലൻ അദ്ദേഹത്തിൻ്റെ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എന്ന കവിതയിലെ വരികളാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു മലയും കുറേ വൃക്ഷങ്ങളും, ഇതാ സൂര്യൻ ഉദിച്ചു വരുന്നതുമായ ഒരു ചിത്രം, അതിമനോഹരമായ പ്രകൃതിയുടെ ചിത്രം. ഇവിടെ നമ്മുടെ പ്രവേശകത്തിൻ്റെ കവിതയുടെ
തലക്കെട്ടെന്താണ്? ഇരുട്ടിൽ പൊതിഞ്ഞ തിരിനാളം. കൂരിരുട്ടാണ്, പക്ഷേ അവിടെ ഒരു ചെറിയ വെളിച്ചം മതി പ്രകാശപൂരിതമാകാൻ, അല്ലേ? നല്ല കൂരിരുട്ടിലൂടെ മിന്നാമിനുങ്ങുകൾ മിന്നി മിന്നി നടക്കുമ്പോൾ തന്നെ ചുറ്റും പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാത്രി ഇരുട്ടാണ്, പക്ഷേ ആ ഇരുട്ട് സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് താൽക്കാലികമാണ്. കുറച്ചു കഴിയുമ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു. ആ വെളിച്ചത്തിൽ ഇരുട്ട് എവിടെയോ പോയി മറയുന്നു. ലോകമെങ്ങും വെളിച്ചം നിറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ കാര്യം തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായാലും അത് സ്ഥിരമായി നിൽക്കുകയില്ല. അത് മാറിയിട്ട് നല്ല അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും എന്ന് ആശയം. കവിതയൊന്ന് നോക്കൂ. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കേ, എന്തെന്തിതൻ കരളിൽ ആനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന പ്രഭാവവും. എല്ലാം നശിച്ചു പോയിട്ടില്ല. എന്ത് ആപത്തുകൾ വന്നാലും മഹാമാരി വന്നാലും എല്ലാം ഒന്നും നശിക്കുകയില്ല, അത് ഉറപ്പു തന്നെയാണ്. വല്ലതും ശേഷിക്കും എന്ന് വിചാരിക്കേ, എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും എന്നത് ഉറപ്പു തന്നെയാണ്. അതിൽ നമ്മുടെ മനസ്സിൽ ആനന്ദവും നമ്മുടെ കണ്ണുകളിൽ വിശ്വാസവും ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ, നല്ലൊരു നാളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ, ഒരു ആഗ്രഹം, ഒരു ആശ അത് നമ്മുടെ മനസ്സിലും കണ്ണുകളിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തെളിവാർന്ന ഭാവിയെ പ്രഭാവത്തോടെ കൊണ്ടുവരാൻ സാധിക്കും. അത് ഉറപ്പു തന്നെ. അപ്പോൾ മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിൽ ദുഃഖിക്കാതെ, വിഷമിക്കാതെ അതിനെ നേരിടുക. അതിനെ നേരിട്ട് വിജയത്തിലെത്താൻ സാധിക്കുക. അതിന് വേണ്ടത് നമുക്ക് പ്രതീക്ഷയാണ്. നിങ്ങൾ തന്നെ പഠിക്കുന്നു. നിങ്ങൾ പഠിക്കുന്നത് എന്ത് പ്രതീക്ഷയിലാണ്? നല്ലവണ്ണം പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കി ഉന്നത നിലകളിൽ എത്താനായിട്ട്. നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലോ, അറിവിനും അതുപോലെ നമ്മുടെ ജീവിത മാർഗത്തിനും. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്ക് വേണ്ട ഒന്നാണ് പ്രതീക്ഷ. ആപത്തുകളിൽ തലകുനിച്ചിരിക്കാതെ, അടിമപ്പെടാതെ മുന്നോട്ട് പോവുക, പ്രതീക്ഷയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഈ പ്രവേശകത്തിൻ്റെ വരികളിലൂടെ കവി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രവേശകം പഠിച്ചു കഴിഞ്ഞല്ലോ. പ്രവേശകത്തിലെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അത് നമുക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം നേടിത്തരും. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിന്റെ പേര് നാളത്തെ പൊന്മാൻ. അതിനു മുൻപ് ഇവിടെ ഒരു വാക്യം തന്നിട്ടുണ്ട്. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് ഇരിക്കാൻ ചില്ല തേടി ഒരു പക്ഷി. അതെ, ഒരു പക്ഷി അതിനിരുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഗ്രാമങ്ങളെല്ലാം നഗരവൽക്കരിക്കപ്പെടുന്നു എന്നതാണ്. ഗ്രാമങ്ങൾ പച്ച പിടിച്ചു കിടക്കുന്ന വയലേലകളും തിങ്ങി നിറഞ്ഞ വൃക്ഷങ്ങളുമുള്ള പ്രകൃതി സുന്ദരമായ പ്രദേശം ഇന്ന് അത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളെല്ലാം കെട്ടിടങ്ങളും മറ്റും നിറഞ്ഞ് പട്ടണവൽക്കരിക്കപ്പെടുന്നു, നഗരവൽക്കരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കാഴ്ച, പരിസ്ഥിതി വിനാശം, പരിസ്ഥിതി ചൂഷണം, ഇതൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് നാളത്തെ പൊന്മാൻ. ഇന്നത്തെ പൊന്മാനല്ല, നാളത്തെ പൊന്മാൻ. പൊന്മാനുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നല്ല നീണ്ടു കൂർത്ത ചുണ്ടുകളൊക്കെയുള്ള അതിഭംഗിയുള്ള ഒരു ചെറിയ പക്ഷി. നീലപ്പൊന്മാൻ എന്നാണ് ഞങ്ങൾ പറയുക. നീല നിറമാണ് അതിനുണ്ടായിരിക്കുക. അതിനെക്കുറിച്ചൊരു പാട്ടുണ്ട്. നീലപ്പൊന്മാനേ എൻ്റെ നീലപ്പൊന്മാനേ, വെള്ളി വെയിലു നെയ്ത പുടവ വീണോ, പുളിയിലക്കര പുടവ വീണോ, ചോലപ്പൊന്മാനേ. വലിയ ഈണമൊന്നുമില്ല, എന്നാലും ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ?
ഒരു ചലച്ചിത്ര ഗാനമാണ് നീലപ്പൊന്മാനെ കുറിച്ച്. എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥ എഴുതിയിരിക്കുന്നത് ആരാണ്? ഇതിന്റെ രചയിതാവ് മറ്റാരുമല്ല, ഐമനം ജോൺ. അദ്ദേഹത്തിന്റെ രചനയാണ് ഈ കഥ. അദ്ദേഹം പറയുന്നു, ആറ്റിറമ്പ് എന്നു പേരായ ഞങ്ങളുടെ നാടിന് പൊന്മാനുകളുടെ നാട് എന്നൊരു ഖ്യാതിയുണ്ട്. അദ്ദേഹത്തിന്റെ നാടിന്റെ പേരാണ് ആറ്റിറമ്പ്. ആറ് എന്ന് വെച്ചാൽ ചെറിയ പുഴ. അപ്പോൾ പുഴയുടെ അരികാണ് അദ്ദേഹത്തിന്റെ നാട്. ആ നാടിന്റെ പേര് തന്നെ ആറ്റിറമ്പ് എന്നാണ്. ആ നാടിന് ഒരു പ്രത്യേക ഖ്യാതി പ്രശസ്തിയുണ്ട്. മറ്റൊന്നുമല്ല, അത് പൊന്മാനുകളുടെ നാടാണ്. എന്ന് വെച്ചാൽ ആറ്റിറമ്പ് എന്ന ആ നാട്ടിൽ ധാരാളം പൊന്മാനുകളുണ്ട് എന്നർത്ഥം. കണക്കധ്യാപികയായ എൻ്റെ ഭാര്യ ലീലയുടെ കണക്കനുസരിച്ച് ശരാശരി 6 മരത്തിന് ഒരു പൊന്മാൻ എന്ന അനുപാതത്തിൽ പൊന്മാനുകളുണ്ട്. കഥാകാരന്റെ ഭാര്യ ഒരു കണക്കധ്യാപികയാണ്. അവരുടെ കണക്കനുസരിച്ച് അവർ പറയുന്നു, ഒരു 6 മരത്തിന് ഒരു പൊന്മാൻ. പൊന്മാനുകൾ ധാരാളമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. 6 മരത്തിന് ഒരു പൊന്മാൻ എന്ന് പറയുമ്പോൾ ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിൽ എത്രമാത്രം മരങ്ങൾ ഉണ്ടാകും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയായിരിക്കണം ആറ്റിറമ്പ്. ആറ്റുതീര മരച്ചില്ലകളിൽ പകലന്തിയോളം ആറ്റിലേക്ക് തന്നെ അവ നോക്കിയിരിക്കുന്ന ഒരു നാടാണ് ഇത്. ആ ആറിന്റെ പുഴയുടെ തീരത്ത് നിറച്ചു വൃക്ഷങ്ങളാണ്. അതിന്റെ ചില്ലകളിൽ പകൽ മുഴുവൻ, പകലന്തി, പ്രഭാതം മുതൽ വൈകുന്നേരം വരെ പകലന്തിയോളം ഈ പൊന്മാനുകൾ എന്ത് ചെയ്യും? ആറ്റിലേക്ക് ഇങ്ങനെ നോക്കി ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാണ് അവ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നത്? അറിയാമോ? അറിയാം. എന്തിനാണ്? കാരണമുണ്ട്. വർഷകാലങ്ങളിൽ പുഴ കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകുന്ന നാളുകളിൽ പൊന്മാനുകളുടെ ഒരു ആഹ്ലാദം കാണണം. നല്ല വർഷക്കാലത്ത് മഴ പെയ്യുമ്പോൾ ഈ ആറിൽ വെള്ളം ധാരാളമായിട്ട് അതിങ്ങനെ കുത്തി ഒഴുകും. ആ സമയത്ത് ഈ പൊന്മാനുകൾക്ക് വലിയ ആഹ്ലാദമാണ്, സന്തോഷമാണ്. പുഴവെള്ളത്തിന്റെ ചുളിഞ്ഞ പ്രതലത്തിൽ ചാടി മറിയുന്ന മീനുകളുടെ വെള്ളിത്തിളക്കങ്ങൾ ഏറിയേറി വരുമ്പോൾ അവറ്റകൾ ശരവേഗത്തിൽ ആറിന് അക്കരെ ഇക്കരെ പറന്നു നടന്ന് ഉറക്കെ ചിലച്ച് കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടും. അപ്പൊ നല്ല മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ കുത്തി മറിയുമ്പോൾ ആ പുഴവെള്ളത്തിന്റെ ചുളിഞ്ഞ പ്രതലം, വെള്ളം ഇങ്ങനെ അനങ്ങുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ചുളിഞ്ഞിരിക്കും. ആ പ്രതലം ഏറ്റവും മുകളിലുള്ള ഭാഗം. അവിടെ എന്തിനെ കാണാം? മീനുകളെ കാണാം. ആ മീനുകൾ, അവയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വെള്ളിത്തിളക്കങ്ങൾ എന്ന്. ആറ്റിലെ മീനിനെ കണ്ടിട്ടില്ലേ? നല്ല വെള്ളി പോലെ തിളങ്ങുന്ന മീനുകളായിരിക്കും അവ. വെള്ളിത്തിളക്കങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ഈ പൊന്മാനുകൾ എന്തു ചെയ്യും? ഈ ആറിന് അക്കരെ ഇക്കരെ പറന്നു നടന്നിട്ട് ശബ്ദം ഉണ്ടാക്കും. ചിലയ്ക്കുക, ശബ്ദം ഉണ്ടാക്കുക. ചിലച്ചിട്ട് അവരുടെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും. എന്തിനാണ്? ദാ പുഴയിൽ ഇഷ്ടം പോലെ മീനുകൾ, നമുക്കവയെല്ലാം കൊത്തി തിന്നാം. എന്നിട്ട് ഓരോരുത്തരായി മീനുകളെ കൊത്തി പുഴയിലെ വെള്ളത്തിൽ നിന്നും കൊത്തി എടുക്കുകയാണ്. ആ കൊത്തി എടുക്കുന്നതിനെ ഇവിടെ കഥാകൃത്ത് വർണ്ണിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ. എങ്ങനെയാണ്? വേടന്റെ വില്ലിൽ നിന്നും എയ്തുവിട്ട അമ്പിന്റെ വേഗത്തിൽ. വേടൻ, കാട്ടാളൻ, ആ കാട്ടാളന്റെ കയ്യിൽ അമ്പും വില്ലുമുണ്ട്. ആ വില്ലിൽ നിന്നും, നിങ്ങൾ കണ്ടിട്ടില്ലേ അമ്പും വില്ലും ഒക്കെ? പണ്ട് കാലത്ത് രാജാക്കന്മാരുടെയും ആ കാലഘട്ടത്തിലുള്ളവരുടെയും ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധമാണ് അമ്പും വില്ലും. മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനൊക്കെ അന്ന് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വില്ലിങ്ങനെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് അമ്പ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടും. അത് വലിച്ചു വിടുമ്പോൾ ആ അമ്പ് വളരെ വേഗത്തിലാണ് മൃഗങ്ങളുടെ ശരീരത്തിൽ ചെന്നുകൊള്ളുക. മാനുകളും മുയലുകളും ഒക്കെ അപ്പോൾ തന്നെ അവിടെ വീണ് മരിക്കും. ഇവിടെ വേടന്റെ വില്ലിൽ നിന്നും എയ്തുവിട്ട അമ്പിന്റെ വേഗത്തിൽ, അതിവേഗതയിൽ ഈ പൊന്മാനുകൾ പുഴവെള്ളത്തിലേക്ക് ആഞ്ഞു കുതിച്ചു ചെല്ലും.
നിറയെ മീനുകളാണല്ലോ, വെള്ളി മീനുകൾ ഇങ്ങനെ കിടന്ന് ഞുളയ്ക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് ഈ പൊന്മാനുകൾ ആഞ്ഞു കുതിച്ചു ചെല്ലും. അപ്പോൾ അവയുടെ ചുണ്ടെങ്ങനെയാണ് ഇരിക്കുന്നത്? ചുണ്ടിങ്ങനെ കൂർത്തിരിക്കും. കുതിച്ചു ചെല്ലുന്ന വേഗതയിൽ ഏതെങ്കിലും ഒരു മീനിന്റെ ശരീരത്തിലേക്ക് ഈ നീണ്ടുകൂർത്ത ചുണ്ട് കുത്തിയിറക്കും. പൊങ്ങി വരുന്നത് ആ ചുണ്ടിൽ ഒരു പിടയ്ക്കുന്ന മീനുമായിട്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ ഈ പൊന്മാനുകൾ മീൻ പിടിക്കുന്ന ചിത്രം? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കിണറുകളിലൊക്കെ മീനുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വക്കിൽ വന്ന് പൊന്മാൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിങ്ങനെ വെറുതെ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ കാണാം അത് കിണറ്റിലേക്ക് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്യും, ചുണ്ടിലൊരു മീൻ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ അങ്ങനത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ മീനുകളെ കൊത്തിയെടുത്ത് അതിവേഗത്തിൽ മരച്ചില്ലകളിലേക്ക് തിരികെ പായുന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പൊന്മാനുകൾ പെട്ടെന്നാണ് പുഴയിലെ വെള്ളത്തിലേക്ക് പറന്നു ചെല്ലുന്നതും അതിന്റെ കൂർത്ത ചുണ്ടുകൾ ഉപയോഗിച്ച് മീനിനെ കൊത്തിയെടുത്ത് തിരികെ പറന്നു വരുന്നതും. എന്തൊരു കൃത്യത, എന്തൊരു ചാതുര്യം, കഴിവ്. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലെ, കൃത്യമായിട്ട് മീനിനെ കൊത്തിയെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലമാണ്. പുഴ ഒഴുക്കെല്ലാം നിലച്ച് ഒരു അഴുക്കുചാൽ പോലെ കിടക്കുന്നു. മഴക്കാലമല്ല, പുഴയിൽ വെള്ളമൊക്കെ കുറവാണ്, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഒരു അഴുക്കുചാലി പോലെ കിടക്കുകയാണ്. മരക്കൊമ്പുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന പൊന്മാനുകൾ എല്ലാം ദുഃഖിതരാണ്, മൂകരും. പുഴയിൽ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ മീനുകളും കുറവാണ്. പൊന്മാനുകളെല്ലാം ദുഃഖിതരായിട്ടിരിക്കുകയാണ്. ശബ്ദവുമില്ല, മൂകരുമാണ്. മീനിളക്കങ്ങൾ നോക്കിയിരുന്ന് കണ്ണു കഴച്ച് ഉറക്കം തൂങ്ങിയിട്ടെന്ന പോലെ കുനിഞ്ഞുകൂടിയിരിക്കുന്ന അവയ്ക്ക് വല്ലപ്പോഴുമാണ് ഒരു മീനിനെ വാക്കിന് കിട്ടുന്നത്. അതാണ് അവരുടെ ദുഃഖത്തിന് കാരണം. പുഴയിലധികം മീനുകളില്ല. മീനിങ്ങനെ ഇളകുന്നത്, അനങ്ങുന്നത്, മീനിന്റെ ആ വെള്ളിത്തിളക്കം നോക്കി അവരങ്ങനെ ഇരുന്നിരുന്ന് കണ്ണു കഴച്ച് ചിലപ്പോൾ വളരെ നേരം കഴിയുമ്പോൾ അവർക്കൊരു മീനിനെ മറ്റോ കിട്ടും. അതാണ് പൊന്മാനുകളുടെ ദുഃഖത്തിനും അവരുടെ മൂകതയ്ക്കും കാരണം. അങ്ങനെയിരിക്കെ ഒരു സംഭവം നടക്കുന്നു. നഗരപ്രാന്തങ്ങളിൽ കഴിഞ്ഞ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്ന പരദേശികളായ ആ മീൻപിടുത്തക്കാരുടെ സംഘം ഇന്നലെ കാലത്ത് ഞങ്ങളുടെ പുഴയിലും ആക്രമിച്ചു കയറി. നമ്മുടെ കഥാകാരന്റെ ആറ്റിറമ്പില് ആ പുഴയിലും ഇതാ പരദേശികൾ, മറ്റു നാട്ടുകാർ ആയിട്ടുള്ള കുറച്ച് മീൻപിടുത്തക്കാർ കടന്നു കയറി വരികയാണ് പുഴയിലെ മീനിനെയെല്ലാം പിടിക്കാനായിട്ട്. മലർത്തിയിട്ട ഓലക്കുടയുടെ ആകൃതിയിലുള്ള വള്ളങ്ങളിൽ പുലർച്ചയ്ക്ക് തന്നെ അവർ പുഴയിൽ നിരന്നു കഴിഞ്ഞിരുന്നു. ഏറെയും സ്ത്രീകളും കുട്ടികളും അടങ്ങിയ അഗതികളെ പോലെ കാണപ്പെട്ട ഒരു വലിയ സംഘമായിരുന്നു മീൻ പിടിക്കാൻ വന്ന ആ പരദേശികൾ. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്, കുട്ടികളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സംഘമാണ്. അവരെ കണ്ടാൽ അഗതികളെ പോലെ, ഒന്നുമില്ലാതെ ഈ ഭിക്ഷാടനം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവരെ പോലെ തോന്നുമായിരുന്നു. എന്ത് മന്ത്രമോ മറിമായമോ എന്നറിയില്ല, അവർ പുഴയിലേക്ക് എറിഞ്ഞ വലകളിലെല്ലാം നിറയെ മീനുകൾ. നമ്മുടെ പൊന്മാൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കിട്ടിയിരുന്നില്ല മീനുകളെ അല്ലെ, വല്ലപ്പോഴും ഒരു മീനല്ലേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല, മന്ത്രമാണോ മറിമായമാണോ എന്നൊന്നും അറിയില്ല, മാജിക് ആണോ എന്നൊന്നും അറിയില്ല. അവർ വലയെറിഞ്ഞപ്പോൾ വല നിറച്ച് മീനുകളെ കിട്ടുന്നു ഈ പരദേശികളായ മീൻപിടുത്തക്കാർക്ക്. നാണയങ്ങൾ വാരി കൂട്ടും പോലെ അവർ വലകളിൽ നിന്നും വള്ളങ്ങളിലേക്ക് മീനുകളെ എറിഞ്ഞുകൊണ്ടിരുന്നു. നാണയങ്ങൾ വാരി കൂട്ടുന്നത് പോലെ അവർ ഈ മീനുകളെ, വലയിൽ കുടുങ്ങിയ മീനുകളെ വള്ളങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നിമിഷ നേരം കൊണ്ട് തൊട്ടടുത്ത ഇടത്തേക്ക് വല എറിഞ്ഞു. പിന്നെയും നാണയത്തിളക്കം. ഇവിടെ നാണയത്തിളക്കം എന്ന് പറയുന്നത് എന്താണ്? മീനുകളുടെ തിളക്കമാണ്. പച്ചകുത്തി നിറയെ കൊപ്പിവളകളിട്ട കൈകൾ വാരി എറിയുന്ന മീനുകൾ. പുരുഷന്മാർ വലയെറിയും, സ്ത്രീകൾ ആ വലയിലുള്ള മീനുകളെല്ലാം വാരി അവരുടെ വള്ളത്തിലേക്ക്, വഞ്ചിയിലേക്ക് എറിയും. അങ്ങനെ പുഴയിലെ ജലപ്പരപ്പ് മുഴുവൻ വലവീശി കഴിഞ്ഞ് കരയിൽ കാണികളായി നിന്നിരുന്ന ഞങ്ങൾ നാട്ടുകാരിൽ ഒരാളുടെ പോലും മുഖത്തേക്ക് നോക്കാതെ അവർ വന്ന വഴി പട്ടണത്തിന്റെ ദിശയിലേക്ക് തന്നെ വള്ളങ്ങൾ അതിവേഗം തുഴഞ്ഞുപോയി.
അതാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ കഥാകാരന്റെ നാട്ടിലെ പുഴയിൽ പരദേശികളായ മീൻപിടുത്തക്കാർ വന്ന് വലയെറിഞ്ഞ് പുഴയിലെ എല്ലാ മീനുകളും, അവർക്ക് എന്താണെന്നറിയില്ല, വല നിറച്ച് മീനുകൾ കിട്ടി. അത് മുഴുവൻ പിടിച്ചുകൊണ്ട് അവരിതാ പോകുന്നു. അവർ പോയ പുറകെ തന്നെ ഞങ്ങളുടെ നാട്ടിലെ മീൻപിടുത്തക്കാരായ വാറുണ്ണിച്ചേട്ടനും ഗോപിയും പ്രകാശനും മറ്റും പതിവ് പോലെ വല വീശാൻ വന്നു. ഈ പരദേശികളായ മുക്കുവാർ പോയി കഴിഞ്ഞപ്പോൾ ഇതാ നാട്ടിലെ മീൻപിടുത്തക്കാർ, അവരുടെ പേരെന്താണ്? വാറുണ്ണിച്ചേട്ടൻ, ഗോപി, പ്രകാശൻ, അവരെ മീൻ പിടിക്കാനായിട്ട് വന്നു. വല്ലതും കിട്ടുമോ നോക്കാം നമുക്ക്, അല്ലേ? പരദേശികൾ വന്ന് മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യം ഞങ്ങൾ അവരോട് പറഞ്ഞതും അവരെല്ലാം പെട്ടെന്ന് ക്ഷുഭിതരായി. അവർക്ക് ദേഷ്യം വന്നു. ക്ഷുഭിതരാവുക, ദേഷ്യം വരിക. എന്നിട്ട് അവർ പറഞ്ഞു, കൊള്ളാം, അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ? ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അതുങ്ങള്, ആ പരദേശികൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കി, എന്നിട്ടാണ് മീനെ പിടിച്ചു കൊണ്ടുപോയത്, അത് നിങ്ങൾ നോക്കി നിന്നു അല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒന്നാകെ ഭത്സിക്കുക, ദേഷ്യപ്പെടുക. എന്നിട്ട് അവിടുന്ന് ഭത്സിക്കുക, ദേഷ്യപ്പെടുക എന്നുകൊണ്ട് ശകാരിക്കുക എന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ ശകാരിച്ചിട്ട് കോപിഷ്ഠരായി ആറ്റിലേക്ക് വലയെറിഞ്ഞു. എന്തായാലും അവർ മീൻ പിടിക്കാൻ തന്നെ തീരുമാനിച്ചു, നമ്മുടെ വാറുണ്ണിച്ചേട്ടനും മറ്റും. വഴക്കൊക്കെ പറഞ്ഞു അവിടെ നിന്ന ആളുകളെ എങ്കിലും വലയെറിഞ്ഞു. വലയിൽ നിറച്ചു മീൻ കിട്ടിയോ? നാണയത്തിളക്കം പോലെ. ഒരു മീൻ പോലും കിട്ടാതെ വലകൾ വെറും കയ്യോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങളെ കാണിക്കുകയും ചെയ്തു. അവരുടെ വലയില് ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. ഓ, നല്ല മര്യാദക്കാര്, ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ച് കലക്കി തന്നെയല്ലോ മീൻപിടുത്തം എന്നാരോ പിറുപിറുത്തതല്ലാതെ ആരും അവരോട് സഹതപിക്കാനൊന്നും നിന്നില്ല. അവർക്ക് വാറുണ്ണിച്ചേട്ടനും കൂട്ടർക്കും ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. അവരതിനെ വെറും കൈയോടെ പോയപ്പോൾ അവിടെ നിന്ന് ആരോ പറഞ്ഞു, ഓ, ഇവരെന്തൊരു മര്യാദക്കാര്, ആരും കണ്ടില്ലെങ്കിൽ ഇവരും എന്ത് ചെയ്യും, പുഴയില് നഞ്ചു കലക്കും, നഞ്ച് വിഷം, അത് കലക്കി മീനിനെ പിടിക്കും എന്ന് പറയുകയുണ്ടായി. സന്ധ്യയായതും ആറ്റുതീരത്തെമ്പാടും പൊന്മാനുകൾ പതിവില്ലാതെ ഉച്ചത്തിൽ ചിലയ്ക്കാൻ തുടങ്ങിയിരുന്നു. അന്ന് വൈകുന്നേരമായി, സന്ധ്യയായി. അന്ന് എന്തോ പതിവില്ലാതെ പൊന്മാനുകൾ എല്ലാം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ്. പതിവില്ലാതെ ചിലയ്ക്കുക, ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഒരു തരം കലമ്പൽ, ഒരു പ്രത്യേകതരം കലമ്പൽ. കലമ്പൽ എന്ന് വെച്ചാൽ കോപം, ദേഷ്യം വന്നിട്ടുള്ള ശബ്ദം പോലെ. കലമ്പൽ കൂടുമ്പോഴുള്ള കരച്ചിൽ, ദേഷ്യം വരുമ്പോഴുള്ള കരച്ചിൽ, അങ്ങനെയൊരു ശബ്ദമാണ് ഇപ്പോൾ പൊന്മാനുകളിൽ നിന്നും ഉണ്ടാകുന്നത്. എന്താണെന്നറിയില്ല, എന്തായിരിക്കാം അന്ന് വൈകുന്നേരമായപ്പോൾ ഈ പൊന്മാനുകളെല്ലാം ഇങ്ങനെ കരയാൻ കാരണം, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കാരണം പറയാമോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കൂ. അതെ, അവർക്ക് വിശപ്പ് മാറ്റാൻ അന്ന് ഒരു മീൻ പോലും കിട്ടിക്കാണുകയില്ല. കാരണം ആ പുഴയിലെ, ആറിലെ മീനുകളെല്ലാം പരദേശികൾ വല വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞല്ലോ, അല്ലേ? പാവം പൊന്മാനുകൾ. നമ്മളായാലും അങ്ങനെയല്ലേ, വിശന്നാൽ നമുക്കും ദേഷ്യം വരും, കരയും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? വിശപ്പ് വരുമ്പോൾ, സമയത്തിന് വിശപ്പ് മാറിയില്ലെങ്കിൽ ദേഷ്യം വരാറുണ്ടോ? വീട്ടില് അമ്മയോടൊക്കെ ദേഷ്യപ്പെടാറില്ലേ? ഉണ്ട്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്, ദേഷ്യം വരും, എന്നിട്ട് ഉച്ചത്തില് ശബ്ദം ഉണ്ടാക്കും, അല്ലെ? ഇവിടെ നമ്മുടെ പൊന്മാനുകളും വിശന്നിട്ട് ശബ്ദമുണ്ടാക്കുകയാണ്. ഭൂമികുലുക്കം ഉണ്ടായ കാലം മുതൽ കിളികളുടെ കൂട്ടക്കരച്ചിൽ കേട്ടാലുടൻ ആ അശുഭചിന്തയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് രൂപപ്പെടുക. കഥാകാരൻ പറയുന്നു, ഈ പൊന്മാനുകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം പേടിക്കുകയാണ്, എന്തോ മഹാമാരി, പ്രകൃതിക്ഷോഭം വരാൻ പോകുന്നു എന്ന്. പണ്ട് ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അതിന് കുറച്ചു മുൻപ് പക്ഷികളെല്ലാം ഇങ്ങനെ കൂട്ടത്തോടെ ശബ്ദമുണ്ടാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടായത്. അപ്പോൾ ഇന്നും ഈ പൊന്മാനുകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ എന്തോ അത്യാപത്ത് വരാൻ പോകുന്നു എന്നാണ് നമ്മുടെ കഥാകാരൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് പറയുന്നത്, മനുഷ്യരെക്കാൾ മുൻപേ വരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ടത്രേ. പക്ഷികളും മറ്റു മൃഗങ്ങളും അത് മനസ്സിലാക്കി അവർ ശബ്ദം പുറപ്പെടുവിക്കും. കുറച്ചു കഴിയുമ്പോഴായിരിക്കാം മഹാമാരി നമ്മെ തേടിയെത്തുക. ഇവിടെ കഥാകാരൻ അതാണ് ഓർമ്മിക്കുന്നത്. എന്തായിരിക്കും ഈ കിളികൾ, ഇനി വല്ല അത്യാപത്തും വരാൻ പോകുന്നുണ്ടോ? പക്ഷേ ഭാര്യ പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നു, എന്താ കിളികളെല്ലാം കൂടെ കരയുന്നല്ലോ, പിന്നെയും വല്ല ഭൂകമ്പമോ മറ്റോ ഉണ്ടാകാൻ പോകുവാണോ എന്ന് അദ്ദേഹം ഭാര്യയോട്, ലീലയോടായി ചോദിച്ചു. പക്ഷെ ഭാര്യ
കുറച്ചുകൂടി കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്ന ആളാണ്. അവർ പറഞ്ഞു, ഭൂകമ്പമൊന്നുമല്ല, ആ ആന്ധ്രാക്കാർ വന്ന് ആറ്റിലെ മീനെല്ലാം പിടിച്ചോണ്ട് പോയില്ലേ, അതുങ്ങള് വിശന്നിട്ട് കരയുക, അത് തന്നെ. സത്യത്തിൽ അതല്ലേ കാര്യം, അല്ലാതെ ഭൂകമ്പമോ സുനാമിയോ ഒന്നും വരാനല്ലല്ലോ. അല്ല, ആ ആന്ധ്രാക്കാര് പരദേശികൾ, അവർ ആന്ധ്രാക്കാരാണ്, ആന്ധ്രാപ്രദേശ് അവിടെ ഉള്ളവരാണ്. അവർ വന്ന മീനുകളെ എല്ലാം പിടിച്ചുകൊണ്ട് പോയി. ഇപ്പം പൊന്മാനുകൾക്ക് വിശപ്പ് മാറ്റാനുള്ള മീന് ഒന്നും ഇല്ല പുഴയിൽ. അത് കാരണം അവർ വിശന്നിട്ട് കരയുകയാണ് എന്ന് ഭാര്യ പറഞ്ഞു. ശരിയാണ് എന്ന് എനിക്കും തോന്നി. പൊന്മാനുകളുടെ കരച്ചിൽ വിശപ്പിന്റെ വിവശത സ്പഷ്ടമായി തെളിഞ്ഞിരുന്നു. ആ കരച്ചിലില്, അവയുടെ ആ ശബ്ദത്തില് ശരിക്കും നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പൊന്മാനുകൾ വിശന്നിട്ടാണ് കരയുന്നത് എന്ന്. വിശപ്പിന്റെ വിവശത, ക്ഷീണം ആ ശബ്ദത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തു ചെയ്യാനാണ് അല്ലേ? അവർക്ക് പുഴയിലെ മീൻ കിട്ടണം, പക്ഷെ അതിലൊരൊറ്റ മീൻ പോലും ഇല്ല. രാത്രി നീളെ അവറ്റകൾ കരയുക തന്നെ ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പുലർച്ചെ ഉണരുമ്പോൾ കുറെ കൂടി ക്ഷീണിതമായി കഴിഞ്ഞിരുന്നു ആ കരച്ചിലുകൾ. രാത്രി മുഴുവൻ ഒരുപക്ഷെ ഈ പൊന്മാനുകൾ വിശന്ന് കരഞ്ഞിട്ടുണ്ടായിരിക്കണം. രാവിലെ എണീറ്റപ്പോഴും അവ കരയുന്നുണ്ട്, പക്ഷെ കരഞ്ഞ് കരഞ്ഞ് ആ ശബ്ദം ക്ഷീണിതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നേരം പ്രഭാതമായി. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇനി കഥാകാരൻ വിവരിക്കുന്നത്. വഴിയിൽ പാൽക്കാരന്റെ സൈക്കിൾ ബെൽ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ടിൽ വിട്ട് എഴുന്നേറ്റു. പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ചില്ലറ നോട്ടുകൾ ഒന്നുമില്ല, 100ഉം 500ഉം മാത്രം. ലീലയെ ഉണർത്തി അവളുടെ കയ്യിൽ ചില്ലറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഓ, ആ 100 അങ്ങോട്ട് കൊടുക്ക്, ബാക്കി തരും എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നതേയുള്ളൂ. രാവിലെ ഇതാ പാൽക്കാരൻ വന്നിരിക്കുന്നു. പാൽക്കാരന്റെ കയ്യിൽ നിന്ന് പാല് വാങ്ങിക്കണം, അതിന് ചില്ലറയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, 100ന്റെ കൊടുക്കൂ, അപ്പോൾ ബാക്കി പാൽക്കാരൻ തരും. അത് ശരിയായിരുന്നു. പാൽക്കാരൻ രാജപ്പൻ ഒരു അനിഷ്ടവും കാട്ടാതെ, ഒരു ഇഷ്ടക്കേടും കാണിക്കാതെ ബാക്കി 10 രൂപ നോട്ടുകൾ എനിക്ക് എണ്ണിത്തന്നു. ചില്ലറ കിട്ടി. എല്ലാം 10 രൂപയുടെ നോട്ടുകളാണ്. പാല് വാങ്ങി തിരികെ നടക്കുമ്പോഴും കടപ്ലാവിന്റെ കൊമ്പിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു ഒരു വലിയ പൊന്മാൻ. അദ്ദേഹം പാല് വാങ്ങിക്കൊണ്ട് തിരിച്ചു പോരുമ്പോൾ ആ മുറ്റത്തെ കടപ്ലാവിൽ ഒരു വലിയ പൊന്മാൻ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, വിശന്ന് കരയുന്നുണ്ടായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ അതിന്റെ മഞ്ഞച്ച കണ്ണുകൾ എന്റെ ചെയ്തികൾ നോക്കിക്കൊണ്ടിരുന്നത് പോലെ എനിക്ക് തോന്നി. അദ്ദേഹം ആ പൊന്മാനെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ആ പൊന്മാൻ അതിന്റെ മഞ്ഞ നിറമുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുകയാണോ എന്ന്. ഇപ്പോൾ നമ്മുടെ കഥാകാരൻ ചെയ്ത പ്രവൃത്തി എന്താണ്? പാൽക്കാരൻ രാജപ്പന്റെ കയ്യിൽ നിന്നും പാല് വാങ്ങി 100 രൂപ കൊടുത്തിട്ട് ബാക്കി ചില്ലറ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ പാല് വാങ്ങിയ സമയത്ത് പണം കൊടുത്തിരുന്നു. ഈ കാഴ്ചകളെല്ലാം നമ്മുടെ പൊന്മാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ പറയും പോലെ അത് ചിറകൊന്ന് കുടഞ്ഞു കാട്ടുകയും ചെയ്തു. വിശക്കുന്നു എന്ന് തന്നെ ആയിരിക്കണം. അതിന് നമുക്ക് പക്ഷികളുടെ ഭാഷ, മൃഗങ്ങളുടെ ഭാഷ അറിയില്ലല്ലോ. പക്ഷെ എന്തോ അത് പറയുന്നത് പോലെ കഥാകാരന് തോന്നുകയാണ്. ഒരു പക്ഷേ അത് പറഞ്ഞത് എന്തായിരിക്കാം? എനിക്ക് വിശക്കുന്നു എന്നായിരിക്കാം. അങ്ങനെ പാൽക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ ഏറെ വൈകാതെ ആരെത്തി? മീൻകാരൻ ബഷീർ എത്തി. ബഷീർ വരും, അതായിരുന്നു ഞങ്ങളുടെ നാട്ടുവഴിയിലെ ഒരു ചിട്ട. അപ്പൊ ആദ്യം പാൽക്കാരൻ വരുന്നു, കുറച്ച് കഴിയുമ്പോൾ മീൻകാരൻ വരും. അതുകൊണ്ടായിരുന്നു ഞാൻ ബാക്കി കിട്ടിയ നോട്ടുകൾ മുൻമുറിയിലെ ടീപ്പോയിലേക്ക് തന്നെ ഇട്ടതും അതേ തുടർന്ന് ഇനി വരാൻ പോകുന്ന അത്ഭുത സംഭവം നടക്കുന്നതും. പാൽക്കാരൻ കൊടുത്ത ബാക്കി നോട്ടുകൾ അകത്തേക്ക് കൊണ്ടുപോയില്ല. ഇപ്പോൾ തന്നെ മീൻകാരൻ വരുമല്ലോ, അയാൾക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ട് അത് ടീപ്പോയിൽ, മുൻവശത്തെ മുറിയിലെ ടീപ്പോയിൽ തന്നെ വെച്ചു. ഇതാ നോക്കൂ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജപ്പൻ പോയി, പാൽക്കാരൻ പോയി. ഏറെ വൈകാതെ ബഷീറിന്റെ ഒച്ച വഴിയിൽ കേൾക്കാൻ തുടങ്ങി. മീൻകാരൻ ഇതാ വരുന്നു. ബഷീർ അയാൾ എങ്ങനെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്? ആറ്റുമീൻ, ആറ്റുമീൻ എന്നാണ് വിളിക്കുന്നത്. കേട്ടപാടെ അതിനകം ഉണർന്നെണീറ്റ് കഴിഞ്ഞിരുന്ന ലീല അടുക്കളയിൽ നിന്നും പറഞ്ഞു, ഓ, ഇന്നലെ ആന്ധ്രാക്കാരി പിടിച്ചോണ്ടുപോയ മീൻ തന്നെ ആയിരിക്കും. ആറ്റിൽ നിന്നും മീൻ പിടിച്ചോണ്ട് പോയല്ലോ, കുറേ മീനുകൾ കൊണ്ടുപോയല്ലോ.
അതായിരിക്കും. അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടാകും. അത് ഈ മീൻകാരൻ ബഷീർ വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. എന്തുമാകട്ടെ, പേര് ആറ്റിറമ്പെന്നാണെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പോഴുമാണ് ആറ്റുമീൻ വിൽപ്പനയ്ക്ക് കിട്ടുന്നത്. ഇവിടുന്ന് പിടിക്കുന്ന മീനെല്ലാം വലക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വലിയ വിലയ്ക്ക് വിൽക്കുന്നതാണ് പതിവ്. എനിക്കാണെങ്കിൽ പണ്ടേ ആറ്റുമീനിനോട് വലിയ പ്രിയമാണ് താനും. എന്തായാലും നാടിന്റെ പേര് ആറ്റിറമ്പ് എന്നാണെങ്കിലും ആറ്റുമീൻ കിട്ടാറില്ല. കാരണം ഇവിടുത്തെ പുഴയിൽ നിന്നും പിടിക്കുന്ന ആറ്റുമീനെല്ലാം മീൻപിടുത്തക്കാർ പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ടാണ് ആറ്റുമീൻ കിട്ടാത്തത്. ഇദ്ദേഹത്തിനാണെങ്കിലോ ആറ്റുമീൻ എന്ന് വെച്ചാൽ വലിയ പ്രിയവുമാണ്. അതുകൊണ്ട് മീൻ വാങ്ങിയിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ച് ഞാൻ ടീപ്പോയിൽ ഇട്ടിരുന്ന നോട്ടുകൾ എടുത്ത് വഴിയിലേക്ക് നടന്നു. അപ്പോഴും കേട്ടിരുന്നു കടപ്ലാവിൻ കൊമ്പിൽ നിന്നും പൊന്മാന്റെ ചിറകടി. നമ്മൾ നേരത്തെ കണ്ട പൊന്മാനുണ്ടല്ലോ, വലിയ പൊന്മാൻ, അതാ കടപ്ലാവിന്റെ കൊമ്പിൽ ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ലീല പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സഹായ വിലയ്ക്ക് ആറ്റുമീൻ കിട്ടി. മീനിട്ട് തന്ന ക്യാരി ബാഗ് ഇടതു കൈയിലും ബാക്കി 10 രൂപ നോട്ടുകൾ വലതു കൈയിലും പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടുമുറ്റത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലീല പറഞ്ഞത് ശരിയായിരുന്നു എന്ന് തോന്നുന്നു എന്ന് കഥാകാരൻ പറഞ്ഞല്ലോ. എന്താണ് ലീല പറഞ്ഞത്? ആറ്റുമീൻ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, അത് ഇന്നലെ വന്ന പരദേശികളെ പിടിച്ചുകൊണ്ടുപോയതായിരിക്കും അല്ലെ. ഇന്നലെ ആന്ധ്രാക്കാര് പിടിച്ചുകൊണ്ടുപോയ മീൻ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, അവര് പിടിച്ചുകൊണ്ടുപോയ മീൻ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ലാഭത്തിന് മീൻ കിട്ടി. അതൊക്കെ ക്യാരി ബാഗിലാക്കി തിരിച്ചു പോരുന്ന സമയത്ത് ബാക്കി മീൻകാരൻ ബഷീറിന് കൊടുത്തതിന്റെ ബാക്കി വന്ന 10 രൂപ നോട്ടുകൾ വലത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് നമ്മുടെ കഥാകാരൻ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ കയ്യിലെ ക്യാരി ബാഗിലുള്ള മീൻ കൊത്തിയെടുക്കുകയാണോ പൊന്മാൻ ചെയ്തത്? അല്ല, പകരം അദ്ദേഹത്തിന്റെ വലത് കൈയിലെ ഒരു 10 രൂപ നോട്ട് കൊത്തിയെടുത്തു. ഈ പൊന്മാൻ എവിടെ ഇരിക്കുന്നത്? കടപ്ലാവിന്റെ കൊമ്പത്താണ് അല്ലെ. പെട്ടെന്ന് കടപ്ലാവിൻ കൊമ്പ് കുലുക്കിയിട്ട് പറന്ന് പാഞ്ഞു വന്ന പൊന്മാൻ എന്റെ വലതു കൈയിൽ നിന്നും ഒരു 10 രൂപ നോട്ട് കൊത്തിയെടുത്തു. കയ്യിലിരുന്ന കവറിലെ കൊത്തിയെടുത്തില്ല. പകരം അദ്ദേഹത്തിന്റെ വലതു കയ്യിലിരുന്ന 10 രൂപ ഒറ്റ കൊത്തിനിങ്ങോട്ട് എടുത്തിട്ട് എന്തു ചെയ്തു? അതാണ് രസം. ബഷീറിന്റെ സൈക്കിളിന് പിന്നാലെ പറക്കാൻ തുടങ്ങി. ബഷീർ, ആ മീൻകാരൻ, അയാളുടെ സൈക്കിളിന് പിന്നാലെ എന്തിനായിരിക്കും പറഞ്ഞത്? അയാളുടെ കയ്യിൽ നിന്നും മീൻ വില കൊടുത്ത് വാങ്ങിക്കാൻ. അതിന്റെ വിലയാണ് 10 രൂപ നോട്ട് നമ്മുടെ കഥാകാരന്റെ കയ്യിൽ നിന്നും കൊത്തിയെടുത്തത്. ആ കടപ്ലാവിൻ കൊമ്പത്തിരുന്ന പൊന്മാന് മനസ്സിലായി പണം കൊടുത്താൽ മീൻ കിട്ടും എന്ന്. അതിനാണ് ആ പൊന്മാൻ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് നാളത്തെ പൊന്മാൻ? ഇന്നത്തെ പൊന്മാൻ എന്താ ചെയ്യുന്നത്? പുഴയിൽ നിന്നോ കിണറിൽ നിന്നോ ഒക്കെ മീനുകളെ കൊത്തിയെടുത്ത് തിന്നും. പക്ഷെ നാളത്തെ പൊന്മാൻ എന്താ ചെയ്യുന്നത്? പണം കൊടുത്ത് മീൻ വാങ്ങിച്ചു തിന്നും. ഇവിടെ കഥാകാരൻ വ്യക്തമാക്കുന്നത് പരിസ്ഥിതി ചൂഷണം തന്നെയാണ്. കാരണം പക്ഷികൾക്ക് അവരുടെ ആവാസ സ്ഥലം നഷ്ടപ്പെടുന്നു, അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അവസ്ഥകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. പക്ഷികൾ പുഴകളിൽ നിന്നും മറ്റും മീനുകൾ കൊത്തിത്തിന്ന് ജീവിക്കേണ്ടവയാണ്. പക്ഷെ അവയ്ക്കത് ലഭ്യമാകുന്നില്ല. അത് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണക്കാർ ആരാണ്? മനുഷ്യർ തന്നെയാണ്. പ്രകൃതി ആ ജീവജാലങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന മത്സ്യങ്ങളെ എല്ലാം മനുഷ്യൻ വേരോടെ ചൂഴ്ന്നെടുത്ത് കുട്ടകളിലാക്കി അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. തൽഫലമായിട്ട് പാവം ജീവജാലങ്ങൾക്ക്, പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക് ഭക്ഷണം ലഭ്യമല്ലാതെയായി തീരുന്നു. അവ വിശന്ന് കരയുകയാണ്. ആരോട് പറയാനാണ്? വിശപ്പ് വന്നാൽ ഏതൊരു ജീവിക്കും, നമ്മൾ ഉൾപ്പെടുന്ന ഏതൊരു ജീവിക്കും നിലനിൽപ്പില്ല, ജീവിച്ചിരിക്കാൻ സാധിക്കില്ല, സഹിക്കാൻ കഴിയില്ല. ഇവിടെ ഈ പൊന്മാനുകൾ രാത്രി മുഴുവൻ വിശന്ന് കരയുകയായിരുന്നു വിശപ്പ് മൂലം. അവരുടെ വിശപ്പ് മാറ്റാനുള്ള മത്സ്യം ആ പുഴയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ മുഴുവൻ തൂത്തുവാരി മനുഷ്യൻ കൊണ്ടുപോയി. അപ്പൊ മനുഷ്യന്റെ ഒരു സ്വാർത്ഥലാഭം, ചൂഷണം, അത് ഇവിടെ വ്യക്തമാക്കുകയാണ് കഥാകാരൻ ഈ പാഠത്തിലൂടെ ചെയ്യുന്നത്. നാളത്തെ പൊന്മാൻ നമ്മളെ പോലെ പണം കൊടുത്ത് മീൻ വാങ്ങിച്ച് വിശപ്പ് മാറ്റാൻ
ശ്രമിച്ചു എന്ന ഒരു ആശയത്തിലൂടെ വ്യക്തത നമുക്ക് നൽകുകയാണ് കഥാകാരൻ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കഥ? നല്ല കഥയാണല്ലേ? അപ്പൊ നമുക്ക് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.